പ്രിയ സഹോദരീ സഹോദരന്മാരെ, ചില തടവറകൾ ഇരുമ്പഴികളാൽ പണിതവയാണ്. മറ്റു ചിലത് ഇഷ്ടികയും കോൺക്രീറ്റും കൊണ്ട്. എന്നാൽ ഏറ്റവും വേദനാജനകമായ തടവറയ്ക്ക് മതിലുകളേയില്ല. അത് കുറ്റബോധം നിറഞ്ഞ മനസാക്ഷിയുടെ തടവറയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഹെരോദാ രാജാവ് ജീവിക്കുന്നത് ആ തടവറയിലാണ്. യേശുവിനെക്കുറിച്ചു കേട്ടപ്പോൾ ഹെരോദാ ഉടനെ പറഞ്ഞു എന്ന് മത്തായി നമ്മോട് പറയുന്നു. ഇത് സ്നാപക യോഹന്നാൻ തന്നെ. അവൻ മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. യോഹന്നാൻ ജീവിച്ചിരുന്നില്ല. എന്നാൽ ഹെരോദായുടെ മനസാക്ഷിയിൽ യോഹന്നാൻ ഒരിക്കലും മരിച്ചിരുന്നില്ല. ഒരു പ്രവാചകനെ നിശബ്ദനാക്കാം, മനസാക്ഷിയെ നിശബ്ദമാക്കാൻ ആവില്ല. ആധുനിക മനഃശാസ്ത്രം ഇതിന് പേരിടുന്നതിന് വളരെ മുൻപേ ഷേക്സ്പിയർ ഇത് മനസ്സിലാക്കിയിരുന്നു. മാക്ബെത്തിൽ ഡങ്കൻ രാജാവിന്റെ വധം ഒരുക്കിയ ശേഷം മാക്ബെത്ത് ഒരു ശബ്ദം കേൾക്കുന്നു. മാക്ബെത്ത് ഉറക്കത്തെ കൊല്ലുന്നു. ആ രാത്രി മുതൽ അവന് വിശ്രമമില്ല. അവന്റെ ഭാര്യ രാത്രിയിൽ കൊട്ടാരത്തിലൂടെ നടന്ന് കറയില്ലാത്ത കൈകൾ ഉരച്ചു കഴുകിക്കൊണ്ട് പറയുന്നു, പോ ശപിക്കപ്പെട്ട പാടേ, പോ, ഞാൻ പറയുന്നു. അവളുടെ കൈകളിൽ രക്തമില്ലായിരുന്നു. എന്നാൽ അവളുടെ മനസാക്ഷിയിൽ രക്തമുണ്ടായിരുന്നു. ഇതുതന്നെയാണ് ഹെരോദായുടെയും ദുരന്തം. ഒരാൾക്ക് കോടതിയിൽ നിന്ന് രക്ഷപ്പെടാം, പൊതുജനാഭിപ്രായത്തിൽ നിന്ന് രക്ഷപ്പെടാം, ജയിലിൽ നിന്നുപോലും രക്ഷപ്പെടാം. എന്നാൽ ഹൃദയം സൗഖ്യമാകാതെ ആർക്കും തന്നിൽ നിന്നു തന്നെ രക്ഷപ്പെടാൻ ആവില്ല. ലോകം ആദരിക്കുന്നതെല്ലാം ഹെരോദായ്ക്ക് ഉണ്ടായിരുന്നു: കൊട്ടാരം, അധികാരം, സൈന്യം, ദാസന്മാർ, സ്വാധീനം. എന്നാൽ പണം കൊണ്ട് വാങ്ങാനാവാത്ത ഒരു കാര്യം അവനില്ലായിരുന്നു: സമാധാനം. ശ്രദ്ധിക്കുക, സുവിശേഷം അവനെ കേവലം ദുഷ്ടനായി ചിത്രീകരിക്കുന്നില്ല, ഒരു ദുരന്തനായകനായാണ് ചിത്രീകരിക്കുന്നത്. ഹെരോദാ യോഹന്നാനെ ബഹുമാനിച്ചിരുന്നു, സംരക്ഷിച്ചിരുന്നു, അവന്റെ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മർക്കോസ് പറയുന്നു. അവൻ വിശുദ്ധിയെ ആദരിച്ചു. പക്ഷേ ഒരിക്കലും അതിനെ തന്നെ മാറ്റാൻ അനുവദിച്ചില്ല. നമ്മളിൽ എത്രപേർ ഈ അതേ വൈരുദ്ധ്യം ജീവിക്കുന്നു? നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനപ്രഭാഷണം ഇഷ്ടമാണ്. ഒരു ധ്യാനത്തിൽ പങ്കെടുക്കും. മനോഹരമായ ഒരു വാക്യം അടിവരയിടും. എന്നാൽ ദൈവം പറയുമ്പോൾ ക്ഷമിക്കുക, സത്യസന്ധനാവുക, ആ ബന്ധം അവസാനിപ്പിക്കുക, രണ്ടു ജീവിതം ജീവിക്കുന്നത് നിർത്തുക. പെട്ടെന്ന് നാം നിശബ്ദരാകുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമുക്കിഷ്ടമാണ്, അത് നമ്മെ മാറ്റാൻ ആവശ്യപ്പെടുന്നതുവരെ. യോഹന്നാന്റെ ഏക കുറ്റം സത്യം പറഞ്ഞു എന്നതായിരുന്നു. അവൻ ലളിതമായി പറഞ്ഞു. അത് നിയമവിരുദ്ധമാണ്. ആക്ഷേപങ്ങളില്ല, പ്രചാരണങ്ങളില്ല, വിദ്വേഷമില്ല, സത്യം മാത്രം. സത്യം എപ്പോഴും അപകടകരമാണ്, കാരണം അത് സൗകര്യപ്രദമായ പാപത്തെ അലോസരപ്പെടുത്തുന്നു. ഹെരോദിയായ്ക്ക് യോഹന്നാന്റെ വാദത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, അതിനാൽ അവൾ സന്ദേശവാഹകനെ തന്നെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. ചരിത്രം ഈ മാതൃക ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സോക്രട്ടീസ് താൻ വിശ്വസിച്ചത് നിഷേധിക്കുന്നതിനു പകരം വിഷക്കോപ്പ് സ്വീകരിച്ചു. ഡീട്രിഹ് ബോൺഹോഫർക്ക് അമേരിക്കയിൽ സുരക്ഷിതനായി തുടരാമായിരുന്നു. പകരം അയാൾ നാസി ജർമ്മനിയിലേക്ക് മടങ്ങിപ്പോയി, യുദ്ധം അവസാനിക്കുന്നതിന് ആഴ്ചകൾക്കു മുൻപ് വധിക്കപ്പെട്ടു. വിശുദ്ധ ഓസ്കാർ റൊമേരോ ദരിദ്രരെ സംരക്ഷിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതിനിടെ ബലിപീഠത്തിൽ വച്ചു തന്നെ വെടിയേറ്റ് മരിച്ചു. നമ്മുടേതായ ഒരാളും ഉണ്ട്, കുരിശിന്റെ വിശുദ്ധ ബെനഡിക്ട് ടെരേസ്. എഡിത്ത് സ്റ്റെയിൻ ക്രിസ്തുവിനെ കണ്ടെത്തി കർമ്മലീത്ത സന്യാസിനിയായ ഒരു മിടുക്കിയായ യഹൂദ തത്വചിന്തക. ഔഷ്വിറ്റ്സിൽ വച്ചുപോലും അവനെ നിഷേധിക്കാൻ കൂട്ടാക്കിയില്ല. വ്യത്യസ്ത നൂറ്റാണ്ടുകൾ, വ്യത്യസ്ത ലോകങ്ങൾ. എന്നാൽ ഒരു സത്യം പൊതുവായുണ്ട്: ബോധ്യത്തിന് എപ്പോഴും ഒരു വില നൽകേണ്ടിവരും. എന്നാൽ ഈ ജീവിതങ്ങളെല്ലാം തങ്ങൾക്കപ്പുറം ഒരാളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, സത്യത്തിനുവേണ്ടി മരിച്ചവനല്ല, മറിച്ച് സത്യം തന്നെയായവനിലേക്ക്. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഇനി ഹെരോദായെയും യോഹന്നാനെയും അടുത്തടുത്ത് നിർത്തുക. ഹെരോദാ കൊട്ടാരത്തിൽ, യോഹന്നാൻ മരുഭൂമിയിൽ. ഹെരോദാ രാജവസ്ത്രത്തിൽ, യോഹന്നാൻ ഒട്ടകറോം വസ്ത്രത്തിൽ. ഹെരോദാ വിരുന്നുമേശയിൽ, യോഹന്നാൻ വെട്ടുക്കിളിയും കാട്ടുതേനും കൊണ്ട്. ഹെരോദാ സൈന്യങ്ങളെ ആജ്ഞാപിച്ചു, യോഹന്നാൻ മനസാക്ഷികളെ ആജ്ഞാപിച്ചു. ഹെരോദാ സിംഹാസനം സൂക്ഷിച്ചു, യോഹന്നാൻ സത്യസന്ധത സൂക്ഷിച്ചു. ആരാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രൻ? ഒരു ലജ്ജാകരമായ തീരുമാനത്തിന്റെ പേരിൽ ചരിത്രം ഹെരോദായെ ഓർക്കുന്നു. ഒരു വിശ്വസ്ത ജീവിതത്തിന്റെ പേരിൽ സഭ യോഹന്നാനെ ഓർക്കുന്നു. മഹത്വം ഒരിക്കലും കൈവശം ഉള്ളതിനെ ആശ്രയിച്ചല്ല, ഏതൊരാൾ വിട്ടുവീഴ്ച ചെയ്യാൻ വിസമ്മതിച്ചു എന്നതിനെ ആശ്രയിച്ചാണ്. ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്: ഒരു നിമിഷത്തിലല്ല മനസാക്ഷി നശിക്കുന്നത്, അത് പതുക്കെ ദ്രവിക്കുന്നു. ഒരു ചെറിയ അസത്യം, ഒരു മറച്ചുവച്ച പാപം, ഒരു ഒഴിവുകഴിവ്, പിന്നെ മറ്റൊന്ന്. അവസാനം നമുക്ക് ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ കഴിയാതെ വരും.
പാപം എപ്പോഴും സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. പകരം അത് അടിമത്തം നൽകുന്നു. ഹെരോദ യോഹന്നാന്റെ ശരീരത്തെ തടവിലാക്കി. അവസാനം യോഹന്നാന്റെ ഓർമ്മ ഹെരോദായുടെ മനസാക്ഷിയെ തടവിലാക്കി. നമ്മളിൽ മിക്കവരും ക്രിസ്തുവിനുവേണ്ടി മരിക്കാൻ ആവശ്യപ്പെടപ്പെടില്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരും അവനുവേണ്ടി ജീവിക്കാൻ ആവശ്യപ്പെടപ്പെടുന്നു. ഇന്ന്, നാളെ, മറ്റന്നാൾ. വില കൊടുക്കേണ്ടി വരുമ്പോൾ ഞാൻ ക്ഷമിക്കുമോ? നുണ പറയുന്നത് എളുപ്പമായിരിക്കുമ്പോൾ ഞാൻ സത്യസന്ധനായി തുടരുമോ? സ്വയം പ്രതിരോധിക്കാൻ കഴിയാത്തവനെ ഞാൻ സംരക്ഷിക്കുമോ? പ്രലോഭനം മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ വിശുദ്ധി തിരഞ്ഞെടുക്കുമോ? രക്തസാക്ഷിത്വം അപൂർവമായ രക്തത്തിൽ തുടങ്ങുന്നുള്ളൂ. അത് സാധാരണ വിശ്വസ്തതയിൽ ആവർത്തിച്ചു തുടങ്ങുന്നു. യോഹന്നാനും യേശുവും തമ്മിൽ ഒരു നിർണായക വ്യത്യാസമുണ്ട്. യോഹന്നാന് പാപം തുറന്നുകാട്ടാൻ കഴിയും. യേശുവിന് അത് നീക്കം ചെയ്യാൻ കഴിയും. യോഹന്നാൻ കുറ്റബോധം നിറഞ്ഞ മനസാക്ഷിയെ ഉണർത്തി. യേശു അതിനെ സൗഖ്യമാക്കുന്നു. നമ്മളിൽ ചിലർ ഇന്നിവിടെ കയറി വന്നത് ഒരു അദൃശ്യമായ ഭാരവുമായിട്ടാണ്. ആരോടും പറയാത്ത ഒരു ഖേദം, ഒരു പരാജയം, ഒരു പാപം. ലേഡി മാക്ബെത്തിനെപ്പോലെ പടരുന്ന ഒരു കറ നാം ഉരച്ചുകൊണ്ടേയിരിക്കുന്നു. ഹെരോദായെപ്പോലെ നമ്മുടെ ഭൂതകാലത്തെ നിശബ്ദമാക്കാൻ നാം ആഗ്രഹിക്കുന്നു. എന്നാൽ സുവിശേഷം നമ്മെ അവിടെ വിട്ടിരുന്നില്ല. പിശാച് നമ്മുടെ പാപം ഓർമ്മിപ്പിക്കുന്നു. യേശു അത് ക്ഷമിക്കുന്നു. പിശാച് കുറ്റബോധം കൊണ്ട് നമ്മെ തടവിലാക്കുന്നു. യേശു കരുണ കൊണ്ട് നമ്മെ സ്വതന്ത്രമാക്കുന്നു. അതുകൊണ്ടാണ് അവൻ നമുക്ക് കുമ്പസാരം നൽകിയത്. അവിടെ ഒരു രാജാവിനും ഒരു ചികിത്സകനും നമ്മുടെ സ്വന്തം നേട്ടത്തിനും ഒരിക്കലും ചെയ്യാൻ കഴിയാത്തത് ക്രിസ്തു ചെയ്യുന്നു. ശുദ്ധമായ ഒരു മനസാക്ഷിയും ദൈവമക്കളായുള്ള സ്വാതന്ത്ര്യവും അവൻ നമുക്ക് തിരികെ നൽകുന്നു. ഹെരോദ മഹത്തായ കൊട്ടാരങ്ങൾ പണിതു. ഇന്ന് അവ അവശിഷ്ടങ്ങളാണ്. യോഹന്നാൻ തലേറ്റുപോയി. അവന്റെ ശബ്ദം ഇന്നും പ്രതിധ്വനിക്കുന്നു. ഒരാൾ സത്യത്തെ നിശബ്ദമാക്കാൻ ശ്രമിച്ചു. മറ്റേയാൾ അതിന്റെ പ്രതിധ്വനിയായി. അതിനാൽ സുവിശേഷം നമുക്ക് ഒരു ചോദ്യം ബാക്കി വയ്ക്കുന്നു. നമ്മുടെ ജീവിതം ഓർമ്മിക്കപ്പെടുമ്പോൾ സൗകര്യത്തിനോ അതോ വിശ്വസ്തതയ്ക്കോ വേണ്ടിയായിരിക്കും അത്? സ്നാപക യോഹന്നാന്റെ ധൈര്യം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ മനസാക്ഷി നിശബ്ദമാകുന്നതിനു മുൻപ് അതു കേൾക്കാനുള്ള സത്യസന്ധത നമുക്കുണ്ടാകട്ടെ. എല്ലാറ്റിനുമുപരി നമുക്കുവേണ്ടി മരിക്കുക മാത്രമല്ല, നമ്മെ സ്വതന്ത്രരാക്കാൻ ഉയിർത്തെഴുന്നേറ്റ സത്യമായ യേശുക്രിസ്തുവിനെ നമുക്ക് അനുഗമിക്കാം. ആമേൻ.